2.5 വർഷം. അതെ, 2.5 വർഷം. നിങ്ങളിപ്പോൾ മേളിൽ കാണുന്നൊരു 4ാമത്തെ ബട്ടൺ കാണും. ഏറ്റവും മേളിൽ ഈ ബട്ടൺ കണ്ടുപിടിക്കാൻ 2.5 വർഷം എനിക്കെടുത്ത്. എന്ന് വെച്ചാൽ ഈ ബട്ടൻ്റെ ഉപയോഗം വെച്ചാൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഞാൻ ഓപ്ഷൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മൈൻക്രാഫ്റ്റ് എന്തില്ലായിരിക്കും. കുറേ ആൾക്കാർ കളിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ മേളിൽ ഈ ബട്ടൺ വെച്ചപ്പോൾ. ഞാൻ വിചാരിച്ചു മോഡായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ കുറേ വെബ്സൈറ്റിൽ കയറി മോഡ് തപ്പി എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ആ മോഡൊന്നും കാണുന്നില്ല. അഥവാ എനിക്ക് 2 മോഡ് കിട്ടി. അത് F3യുടെ മോഡായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അതും പിന്നെ പോയി. അപ്പം എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി. 2-3 ദിവസം മുമ്പേ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ടത്. ഇപ്പം ഇത് ഈ ഓപ്ഷൻ ഇങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓപ്ഷൻ ഇടുന്നത്. ഉണ്ടേ, അയ്യോ ഇതിനകത്തല്ല. നമ്മൾ ടച്ചിൽ പോകണം. എന്നിട്ട് നമ്മൾ ഈ ഷോ ക്യാമറ പെർസ്പെക്റ്റീവ് ബട്ടൺ കണ്ടോ, അതിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇവിടെ കുറേ ക്രീപ്പർ ഞാൻ 2-3 ദിവസം മുമ്പ് ഓഫ് ക്യാമറ കുറേ ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുറേ എഡിറ്റിങ്ങിന് വേണ്ടി ആ സാധനം മണ്ട കയറ്റി വെച്ചത്. പിന്നെ ബൈ ദ വേ എനിക്ക് ഈ വീഡിയോ കിട്ടിയത് യൂട്യൂബ് ചാനൽ മറന്നുപോയി. എന്നാലും ഇത് ഭയങ്കര യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ആ ബട്ടൻ്റെ കാര്യം പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണത്. ഞാൻ എപ്പോഴും പണ്ട് സെറ്റിങ്സ് കയറിയിട്ട് അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 3rd പേഴ്സൺ ആക്കിയിട്ട് ആ റെക്കോർഡ് ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും മാറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ഡോഗിയുടെ ഹൗസ്. ഇതാണ് ഓഫ് ക്യാമിൽ ഞാൻ ചെയ്തത്. ഇതാണ് നമ്മുടെ പുതിയ ഡോഗ്. ഈ ഡോഗിക്ക് വേണ്ടി നിങ്ങൾ ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്തേരെ. ആദ്യം ആരുടെ പേരാണ് വരുന്നത് അത് ഇട്ടേക്കാം. നെയിം ടാഗ് കിട്ടുമ്പോൾ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും കമൻറ്റ് ചെയ്യുമോ എനിക്കറിയില്ല. അല്ല നോക്കാം. ആദ്യത്തെ എപ്പിസോഡിൽ എനിക്ക് 5 വ്യൂവേഴ്സേ കിട്ടിയുള്ളൂ. 5 വ്യൂവേഴ്സ് കിട്ടി. അത് തന്നെ ഭാഗ്യം. ഈ വീഡിയോയിൽ ഞാനൊരു 10 പ്രതീക്ഷിക്കുന്നു. നമുക്ക് വിശക്കുന്നു എനിക്ക്. ഇപ്പം നമുക്ക് ഈ ഷവലെല്ലാം മൈൻ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ. ഇപ്പോൾ നമ്മൾ ഷവല് മൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്രീപ്പറിനകത്ത് ഇവിടെ ഇതിടാൻ വേണ്ടി മണ്ണിടാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇച്ചിരി മണ്ണുകൾ മൈൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഇടാം. അപ്പോൾ നമുക്കിനി എൻ്റെ ഇച്ചിരി ബാക്കി മണ്ണുകളുണ്ട്. നമുക്ക് ചെറിയൊരു അഗ്രികൾച്ചർ നടത്താമെന്ന് വിചാരിച്ച് അഗ്രികൾച്ചർ നമ്മൾ അങ്ങനെ നമ്മൾ ഡേർട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി സീഡ് വേണം. ചെസ്സിനകത്ത് സീഡ് ഉണ്ടോ നോക്കട്ടെ. നമുക്ക് 2 സീഡുണ്ട്. എൻ്റെ ഇൻവെർട്ടറിൽ 2 സീഡ് ഉണ്ട്. നമുക്കിനി സീഡ് അവിടെ നിന്ന് വല്ല ഇച്ചിരി കണ്ടുപിടിക്കണം. ഇത്രയും പോരാ. അപ്പോൾ നമുക്കിനി ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ കുറേ ഇത് കാണും. അങ്ങനെ ഗായ്സ്, ഞാൻ സീഡുകളെല്ലാം എനിക്ക് കിട്ടി. സീഡുകൾ മാത്രമല്ല, ഇത് ഒരു വലിയ അഡ്വഞ്ചർ നടത്തി. ഞാൻ ഇവിടെ ഫുള്ളും ചുറ്റിക്കറങ്ങി. ഇതിൻ്റെ ശരിക്കും ഞാൻ നിൽക്കുന്ന ഒരു ലാൻഡിൽ ഇത് ഐലൻഡാണ്. ചെറിയ ലാൻഡിൽ ഒരു മിഡ് ഐലൻഡാണ്. അതിനപ്പുറത്ത് കുറേ ഐലൻഡുകളുണ്ട്. കുറേ എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് 6 സീഡുണ്ട്. ഇപ്പം ഇച്ചിരി സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. എന്നാലും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച ഐലൻഡ് അല്ലായിരിക്കും. ഹോ ക്രാഫ്റ്റ് ചെയ്ത് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഹോ ക്രാഫ്റ്റ് ചെയ്ത് നമുക്കിനി കിളയ്ക്കാൻ പോവാം. ഇവിടെ മണ്ണ് വെച്ചില്ല നമ്മൾ. പിന്നെ മണ്ണ് വെക്കാം.
മണ്ണ് നമുക്കിനി കളയ്ക്കാം. കളയ്ക്കൂ. ചേട്ടാ നമ്മൾ കളിച്ചിട്ട് നമുക്ക് സീഡ് വെക്കാം. അങ്ങനെ വീറ്റ് സീഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പംകിന് കൊണ്ടുവന്നു. പംകിൻ എനിക്ക് ഇങ്ങനെ കിളിക്കാൻ വെക്കാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരാം, എന്നിട്ട് കിളിക്കാൻ വെക്കാം. അപ്പോൾ നമുക്കിനി ഡോഗി കുട്ടിയുണ്ട് നമ്മളിവിടെ. ഇന്നത്തെ എപ്പിസോഡ് വെറുതെ ഷോർട്ടാണ്, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾ ടാറ്റ, ബൈ ബൈ, സീ യു ലേറ്റർ. ഇനി എപ്പോൾ ചെയ്യാൻ അറിയില്ല. ബൈ ബൈ.